ജിമ്മുകളിൽ കണ്ടിരുന്ന സംഭവമാണ് ഡയറ്റ് കൊടുക്കുന്ന ട്രെയിനേഴ്സ് ഡയറ്റ് കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഡയറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലീഗലി മെഡിക്കലി അവരൊരു ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ് ഡയറ്റ് കൊടുക്കാൻ പറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ജിമ്മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആൾ വന്നൊരു ഫ്രഷർ വന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും അവിടെ. ചിലപ്പോൾ ആ ഒരു ഡയറ്റ് പ്ലാൻ തന്നെയാണെങ്കിൽ ഇവർക്കും കൊടുക്കുന്നത്. ശരിക്ക് ഇത് വലിയൊരു അപകടമല്ലേ വരുത്തി വെക്കുന്നത്? കാരണം വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലെ ഒരു ഓണ്ടർപ്രണർ വലിയ രീതിയിലുള്ളൊരു ഡയറ്റ് എടുത്ത് പിന്നീട് ആള് മരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു. മീൻസ് ആ ഡയറ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മുമ്പ് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇത് എത്രത്തോളം അപകടമാണ് ശരിക്കും സൊസൈറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് ഈ പറഞ്ഞ ട്രെയിനേഴ്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ട്രെയിനേഴ്സ് എക്സസൈസ് പ്രൊഫഷണൽസ് ആണ്. അവർക്ക് എക്സസൈസ് ആണ് കൂടുതൽ പഠിച്ചിട്ടില്ല, അവർ ന്യൂട്രീഷൻ സൈഡ് പഠിച്ചിട്ടില്ല. സർട്ടിഫൈഡ് ആയി ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ പഠിച്ച ആൾക്കാരാണ് ഡയറ്റീഷ്യൻസ്. അപ്പോൾ ഇവരുടെ അണ്ടറിലാണ് നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡയറ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അവരുടെ ഫുഡ് ജേണൽ, അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് റിപ്പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഒരു ഡയറ്റ് ചാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ എക്സസൈസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡയറ്റിൻ്റെ കേസിലും വെറുതെ ക്രാഷ് ഡയറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നോർമലൊരു ജനറൽ പ്ലാൻ ഫോളോ ചെയ്താൽ കിഡ്നി മുതൽ കുറേ ബുദ്ധിമുട്ട് വരാം. ഒരു നടി മരണപ്പെട്ട കണ്ടിരുന്നു കീറ്റോ ഡയറ്റ് എടുത്തിട്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോ ചെറിയ ഡൗട്ട് വെച്ചാല്, ഈ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാള്, എനിക്ക് വലിയ ജിമ്മിനെ കുറിച്ചൊന്നും അറിയില്ല, അപ്പൊ അങ്ങനെ ഒരാള് നേരെ എന്ത് ചെയ്യുന്നു, ജിമ്മിലേക്ക് പോകുന്നു. അപ്പൊ എല്ലായിടത്തും എല്ലാം നമ്മുടെ നാട്ടിലൊന്നും ചിലപ്പോൾ ഭയങ്കരമായ ട്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ട്രെയിനറുടെ കയ്യിൽ നിന്ന് ഒരു ഡയറ്റ് വാങ്ങുന്നതിനേക്കാൾ മുമ്പ് ബേസിക് ആയിട്ട് ഇപ്പൊ ഞാനൊരാള് മനസ്സിലാക്കേണ്ട എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യം ഞാൻ മനസ്സിലാക്കി വെക്കണം ഒരു ഡയറ്റ് എടുക്കുന്നതിന് മുമ്പ്? ആദ്യം നമ്മൾ ഈ ടേം ഇപ്പം കുറേ കാര്യങ്ങൾ ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കുറേ കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ തന്നെ ഡയറ്റ് എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് ചാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്താണ് കഴിക്കണേ, എത്രത്തോളം എന്തൊക്കെ മാക്രോസ് കുറവുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കുറവുണ്ട്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതായത് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഫുഡ് പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് അതിനപ്പുറത്തേക്കൊരു ക്രാഷ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടമില്ലാത്തൊരു പ്ലാൻ ഫോളോ ചെയ്യാമെന്നല്ല. നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ ബിഗിനർ ആയിട്ടൊരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക. ബ്ലഡ് ചെക്കപ്പിനകത്ത് നിങ്ങൾ ഗ്ലൂക്കോസ് ലെവൽ, അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ, ബാക്കി ടെസ്റ്റുകളൊക്കെ ബേസിക് ലെവലിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, വേരിയബിൾസ് ഉണ്ടോ നോക്കുക. പിന്നെ അതേപോലെ നിങ്ങളുടെ ഹിസ്റ്ററി, നിങ്ങൾക്ക് ഈ ഫുഡ് ജേണൽ വാങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഫുഡ് അലർജി ഉണ്ടോ, നിങ്ങളിപ്പോൾ ഫാസ്റ്റായിട്ട് എന്താണ് ഒരു 4 to 7 days എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഫസ്റ്റ് ഒരു ഈറ്റിംഗ് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇതൊരു ബിഗിനർ ആണെങ്കിലും, കാരണം നിങ്ങളൊരു ലിമിറ്റഡ് ആയിട്ട് ഒരു കുറച്ച് കാലത്തിന് ഡയറ്റ് ഫോളോ ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്കത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ എപ്പോഴും നമ്മളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ലൈഫ് ലോങ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ, അതിന് വേണ്ടിയാവണം നമ്മളൊരു പ്ലാൻ ചൂസ് ചെയ്യാൻ.